രാധേ ചേച്ചി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നെ പിടിച്ച് തള്ളി. വേണ്ടക്ക, പോണ്ടക്ക, അക്ക ഇവിടെ തന്നെ നിന്നാ മതി. ഡോക്ടറുടെ മുറിയില് ആ താലോലത്തിലെ അരുന്ധതി പെണ്ണുപിള്ള ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവളെ എഴുന്നള്ളിച്ചോണ്ട് വന്നതായിരിക്കുമെന്ന്. ആ കാണുന്ന സ്വത്തുക്കളുടെ എല്ലാം ഏക അവകാശി മിസ്സിസ് രാധിക ധനപാലൻ. ടീച്ചർ ഇവിടെ തല നല്ലോണം പൊട്ടിട്ടുണ്ട്. ഞാൻ എത്ര വിളിച്ചിട്ടും ഉണർന്നില്ല. രാധേ ചേച്ചി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നെ പിടിച്ച് തള്ളി, ഒത്തിരി തല്ലുകയും ചെയ്തു. എന്തിന്? നിങ്ങൾ കാരണമല്ലേ ടീച്ചർക്ക് ഇങ്ങനെയൊക്കെ വന്നത്. ഇനി അവിടെ ചെല്ലരുതെന്നും പറഞ്ഞു. അത് തീരുമാനിക്കേണ്ടത് രാധികയല്ലല്ലോ, ടീച്ചറല്ലേ? ആശുപത്രിയിലോ? ടീച്ചറെ കാണാനോ? വേണ്ടക്ക, അക്ക എന്ന ആ രാധിക ചേച്ചിയും ധനപാല സാറും അക്കയെ ഉപദ്രവിക്കും. മുത്തു പറഞ്ഞതുപോലെ മീനാക്ഷി ഇപ്പൊ ഉടനെ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലെന്നാ എനിക്കും തോന്നുന്നത്. തൽക്കാലം ഞാൻ പോയി ടീച്ചറെ ഒന്ന് കണ്ടിട്ട് വരാം. കാര്യങ്ങളൊക്കെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞോളാം. എന്താ പോരെ? എന്താ കുട്ടി ഇത്? നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകും. പക്ഷേ സാഹചര്യം കൂടി നമ്മൾ നോക്കണ്ടേ? ആ സദാശിവനെ ആണെങ്കിൽ ഇനിയും പിടിയിട്ടിട്ടില്ല. തൽക്കാലം നീ മുത്തും താലോലം വിട്ട് എങ്ങോട്ടും പോകണ്ടെന്നല്ലേ രാജ്മോഹൻ സാർ പറഞ്ഞിരിക്കുന്നത്? വേണ്ടക്ക, പോണ്ടക്ക, അക്ക ഇവിടെ തന്നെ നിന്നാ മതി. കരയല്ലേ അക്ക, നമ്മുടെ ടീച്ചർക്ക് ഒന്നും വരില്ല. ഹലോ താലോലം, അരുന്ധതി മേനോൻ ഹിയർ. CA രാജ്മോഹനാണ് മാഡം. ആ സദാശിവനെ അകത്താക്കിയിട്ടുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. താങ്ക് യു സർ. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. കുട്ടികൾക്ക് ടീച്ചറെ ഒന്ന് കാണാൻ പോകണമെന്നുണ്ട്. മീനാക്ഷി ഒരു സ്വൈര്യവും തരുന്നില്ല. സാറ് പറഞ്ഞതിന്റെ പേരില് ഞാനൊന്ന് മടിച്ചിരിക്കുകയായിരുന്നു. ഏയ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ടീച്ചർ ഇങ്ങനെയൊരു സ്റ്റേജിലായതുകൊണ്ട് മീനാക്ഷിയും മുത്തുവും തൽക്കാലം താലോലത്തിൽ നിൽക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറയണം. താങ്ക് യു സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. രണ്ടാളും വേഗം റെഡിയായിക്കോ, നമ്മൾ ടീച്ചറെ കാണാൻ പോവാ. കരയാതെ മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ദൈവം കാത്തില്ലേ, പിന്നെന്തിനാ കരയുന്നേ? സദാശിവനോ അടിച്ചതോ? നീ കാരണമാണെന്നോ? അതൊന്നും സാരമില്ലടി മോളെ. വരാനുള്ളത് വഴി തങ്ങില്ലെന്നല്ലേ. ഇത് നീ കാരണമൊന്നുമല്ല. ഇല്ലെങ്കിലും എവിടെയെങ്കിലും തട്ടി വീഴുകയെങ്കിലും ചെയ്തേനെ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. എന്റെ വേവലാതി മുഴുവൻ നിന്നെക്കുറിച്ച് ഓർത്തായിരുന്നു. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ടീച്ചറമ്മയ്ക്ക് അത് മതി. പോട്ടടി മോളെ, നീ ഇങ്ങനെ കരയാതെ. ഇത് കാണുമ്പോഴാ ടീച്ചറമ്മയ്ക്ക് സങ്കടം വരുന്നത്. കരയാതെ മതി. ഓഹോ, ഒളിച്ചോടി പോയവളിങ്ങ് വന്നോ? ഡോക്ടറുടെ മുറിയില് ആ താലോലത്തിലെ അരുന്ധതി പെണ്ണുപിള്ള ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവളെ എഴുന്നള്ളിച്ചോണ്ട് വന്നതായിരിക്കുമെന്ന്. എന്റെ ഊഹം തെറ്റിയില്ല. രാധികെ, നിർത്ത്. മിണ്ടി പോരുത് നീ. ഞാൻ മിണ്ടും. എനിക്കറിയണം അമ്മയ്ക്ക് വലുത് ഞാനാണോ അതോ എങ്ങാണ്ടെന്ന് വലിഞ്ഞേറി വന്ന ഈ തെണ്ടി പിള്ളേരാണോന്ന്. നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? മനസ്സിലായമ്മേ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇങ്ങനൊരു മോള് അമ്മയ്ക്കില്ല. ഈ തെണ്ടി പിള്ളേരുടെ വില പോലും അമ്മ എനിക്ക് തന്നിട്ടില്ല. അമ്മ രണ്ടാമത്തെ പ്രാവശ്യം എന്നെ ഇങ്ങനെ ആട്ടി ഇറക്കി വിടുന്ന. ആദ്യം വീട്ടിൽ നിന്ന് എന്നെ ധനേട്ടനെ ഇറക്കി വിട്ടു. ആപത്തെറിഞ്ഞു ഓടിയെത്തിയപ്പോ എവിടുന്നു എന്നെ. ആദ്യം നീ സംസാരിക്കാൻ പഠിക്കും. അതെ, ഞാൻ സംസാരിക്കാൻ അറിയാത്തവളാ. കൊള്ളരുതാത്തവളാണല്ലോ നിഷേധി. പക്ഷെ അമ്മ ഒന്ന് മനസ്സിലാക്കണം, ഈ ലോകത്ത് അമ്മയ്ക്കിനി ഞങ്ങള് മാത്രമേ ഉള്ളൂ. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയ്ക്ക് തുല്യാവില്ലമ്മ. ഞാൻ പോവാ. അമ്മ നോക്കിക്കോ, കരഞ്ഞോണ്ടാ ഞാനിവിടുന്ന് ഇറങ്ങി പോകുന്നേ. അതോ ഇവള് കാരണം അമ്മ ഇനി അനുഭവിക്കും. കണ്ടോമാരുടെ കൂടെ ഇറങ്ങിപ്പോയി ഇവള് വല്ലതും ഒപ്പിച്ചോണ്ടാണോ വന്നിരിക്കുന്നതെന്ന് പോലും ഇനി കണ്ടറിയണം.
നീ ഇത്ര മടയായി പോയല്ലോടി. എന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ടും നിനക്ക് മൂള ഉണ്ടായില്ലല്ലോ. കഷ്ടം. ധനേട്ടനും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ആ തെണ്ടി പിള്ളേരെ എടുത്ത് മടിയിലിരുത്തി ഉമ്മ കൊടുക്കണമായിരുന്നോ? കൊടുക്കണമായിരുന്നു. ബുദ്ധിയുള്ളവളായിരുന്നെങ്കിൽ അതാ ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് കയറി വന്നിരിക്കുന്നു. ഈ ധനേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് നിന്റെ കുഴപ്പം കൊണ്ടല്ല. എന്താണെന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ ധനേട്ടാ. എടീ, നിന്റെ അമ്മയ്ക്ക് ആകെ എത്ര മക്കളാ? 2 പേര്. ഒരുത്തി ചത്തു. ഇനിയുള്ളത് നീ മാത്രം. അതായത് ആ കാണുന്ന സ്വത്തുക്കളുടെ എല്ലാം ഏക അവകാശി മിസ്സിസ് രാധിക ധനപാലൻ. നീ ഇങ്ങനെ മുഖം ചുളിക്കൊന്നും വേണ്ട. കിട്ടാൻ പോകുന്നതേ മുക്കാച്ചക്രമൊന്നുമല്ല, ലക്ഷങ്ങളാ ലക്ഷങ്ങള്. തഞ്ചത്തിലും താളത്തിലും ഒക്കെ നിന്നാ മാത്രമേ അതിങ്ങ് സ്മൂത്തായിട്ട് പോരത്തുള്ളടി മോളെ. അതെ, എന്നെ ആ തള്ളയ്ക്കത്ര ഇഷ്ടമുള്ളതെന്നറിയാലോ. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. കരഞ്ഞും പിഴിഞ്ഞും സ്നേഹം നടിച്ചൊക്കെ നിന്നേ പറ്റൂ. ധനേട്ടന്റെ മനസ്സിലിരിപ്പ് ഒന്നും നടക്കാൻ പോകുന്നില്ല. വീട്ടിൽ നമ്മൾ എന്ന് ഇറങ്ങിപ്പോരുമ്പോഴേ അമ്മ പറഞ്ഞത് ധനേട്ടന് ഓർമ്മയില്ലേ? രേണുകയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അനാഥാലയത്തിന് എഴുതി വയ്ക്കാൻ പോവാണെന്ന്. എടീ, അതൊക്കെ അപ്പോഴത്തെ ഒരു തിളപ്പിന് പറഞ്ഞു പോയതായിരിക്കും. പെറ്റതള്ളയല്ലേ, നിന്റെ വരുതി വരാതെ എവിടെ പോവാനാ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. അമ്മ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാ അത് തീരുമാനിച്ചത് തന്നെയാ. എനിക്കത് നന്നായിട്ടറിയാം. രാധികെ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. രാഷ്ട്രീയത്തിൽ സഹതാപതരംഗം എന്നൊരു ഏർപ്പാടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും മുന്നണി അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായി വീണ് കിട്ടുന്ന ചില അസുലഭ നിമിഷം, അതിലൂടെ സീറ്റുകൾ തൂത്തുവാരിയെടുത്ത ചരിത്രങ്ങളുണ്ടായിട്ടുണ്ട്. ചില അവസരങ്ങളിൽ സഹതാപതരംഗം സൃഷ്ടിക്കാനായി ഞങ്ങൾ ചില കടുങ്കകൾ ചെയ്തിട്ട് പോലുമുണ്ട്. ആ, അതൊക്കെ പോട്ടെ. ഇവിടെ ഇപ്പോ ആ ഊമപ്പെണ്ണിനോടും ചെറുക്കനോടും നിന്റെ അമ്മയ്ക്കുള്ളതും സഹതാപം. രേണുകയുടെ അസാന്നിധ്യം കൊണ്ട് ഒറ്റപ്പെട്ടു പോയ ആ മനസ്സിന് ഒരാശ്വാസം പോലെയാണ് വരുന്നത്. ആശ്വാസം പോലും? വഴിയെ കിടക്കുന്ന തെണ്ടി പിള്ളേരെയൊക്കെ കയറി കെട്ടിപ്പിടിച്ചാണോ ആശ്വാസം കണ്ടെത്തുന്നത്? കെട്ടിപ്പിടിക്കട്ടടി. നിന്റെ അമ്മ മാത്രമല്ല, നമ്മളും കെട്ടിപ്പിടിക്കണം. അത് ശരി, ഇതാണ് മനസ്സിലിരിപ്പല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. എടി അടി, ഞാനൊന്ന് പറഞ്ഞു വരട്ടടി. ഒന്നും പറയണ്ട. ധനേട്ടന്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ദേ, നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങരുത്, പറഞ്ഞേക്കാം. എടി, നമ്മളും ആ പിള്ളേരോട് സ്നേഹം ഭാവിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതെന്തിനാ? എങ്കിലേ നമ്മുടെ പദ്ധതി വിജയിക്കൂ. എന്ത് പദ്ധതി? ദേ, ഒന്നും അറിയാത്തോളം സംസാരിക്കരുത്. കൽക്കട്ട കമ്പനിക്കാർ ഈ മാസം സ്ഥലം കാണാൻ വരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ആ തള്ളയെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും അവിടെ കയറിപ്പറ്റിയേ പറ്റൂ. എന്റെ സ്വപ്നം അത്. തകർന്ന സൈക്കിളെ ഞാൻ പറഞ്ഞേക്കാം.
ഗാലറിയിലെ ആർത്തു വിളിക്കുന്ന കാഴ്ചക്കാർക്ക് നടുവിൽ കളിക്കളത്തിൽ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കെ നനച്ചിരിക്കാതെ ഒരു മരണം. വിവിയൻ ഫോയെ പോലെ, ക്രിസ്ത്യാനോയെ പോലെ ഒരു കാലത്ത് ഞാനും അത് ആഗ്രഹിച്ചിരുന്നു. കളിക്കളത്തിൽ കഴിയാത്തത് ഇനി ജീവിതത്തിലെങ്കിലും പൂർത്തിയാക്കാനാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ജീവിതമാകുന്ന ഈ കളിക്കളത്തിൽ നന്നേ ശോഭിച്ചു നിൽക്കുന്ന ഈ നേരത്ത് പ്രാപ്തനായ ഒരു അനന്തരാവകാശി എൻ്റെ മുന്നിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുമ്പോൾ പ്രതീക്ഷകളെയെല്ലാം അയാളിൽ ഏൽപ്പിച്ചുകൊണ്ട് മടങ്ങാൻ ഞാൻ ഒരുക്കമാണ് ശ്യാം. നീ നല്ലവനാണ് ശ്യാം, കാര്യപ്രാപ്തിയുള്ളത്. ഈ ലൈഫ് കോർട്ടിൽ നീ ഒരു നല്ല ഗോളിയാകുമെന്ന് അങ്കിളിന് ഉറപ്പുണ്ട്. ടീമിൻ്റെ വിശ്വാസം മുഴുവൻ നിന്നിലാണ്. അതെന്നും ഓർമ്മയുണ്ടാവണം. മോളിങ്ങ് കയറി വാ.